വെള്ളരിക്ക പുളിങ്കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. വെള്ളരിക്കയുടെ കൂടെ ഒരു പച്ചമാങ്ങ കൂടി എടുത്തിട്ടുണ്ട്. ഇനി വെള്ളരിക്ക തോലും കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം. ശേഷം കുറച്ച് കനത്തിൽ മുറിച്ചെടുക്കാം. പുളിക്ക് വേണ്ടത്ര മാങ്ങ ചേർത്താണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. മാങ്ങ വേണ്ടെന്നുണ്ടെങ്കിൽ വാളൻ പുളിയും മോരൊക്കെ പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുത്താലും മതി. ഇനി വെള്ളരിക്ക കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടിയിലാണ് കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്നതെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിൻ്റെ കൂടെ ചേർക്കാൻ 2 മാങ്ങാപ്പൂൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കഷ്ണങ്ങൾ വെന്ത ശേഷം മാങ്ങ കഷ്ണങ്ങൾ വേണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റിയാൽ മതി. 3 പച്ചമുളക് ഇതിലേക്ക് കീറിയിടാം. 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് ഒരു വിസിൽ വരുന്നതുവരെ വേവിക്കാം. കഷ്ണങ്ങളൊന്നും ഉടയാൻ പാടില്ല. ഒരു വിസിൽ വന്ന ശേഷം പ്രഷർ തനിയെ പോയി തുറന്നാൽ മതി. ഇനി കറിയിലേക്ക് ചേർക്കാനായി 1 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3 ചെറിയ ഉള്ളിയും ചേർത്ത് തരിയില്ലാതെ അരച്ചെടുക്കാം. പ്രഷർ പോയ ശേഷം തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി തീ ഒന്നുകൂടി കത്തിച്ച് വെച്ച ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയിലേക്ക് വെള്ളം ചേർത്ത് കലക്കി കറി പാകത്തിലാക്കി എടുക്കണം. കറി നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇനി തിളപ്പിച്ചെടുക്കണം. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് പാകത്തിലാക്കി എടുക്കണം. ഇനി കറിയിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇടാം. 3 വറ്റൽമുളകും മുറിച്ചിടാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.